ഹലോ ഫ്രണ്ട്സ്, ഈ കാണുന്നത് ശ്രീനഗറാണ്. നമ്മൾ ശ്രീനഗറിൽ നിന്നും സോനാമാർഗിലേക്ക് പോവുകയാണ്. സോനാമാർഗിൽ നിന്നും പോകുന്നത് പിന്നെ പെഹൽഗാമിലേക്കാണ്. ഈ സോനാമാർഗിലേക്ക് പോകുമ്പോൾ ഒരു ടണലുണ്ട്. ആ ടണലിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. പക്ഷേ ഈ ടണൽ വളരെ ചെറുതാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ടണലുകളുണ്ട് വരുന്ന വഴിക്ക്. അത് ഏകദേശം ഒരു 20 കിലോമീറ്ററൊക്കെ ദൂരമുള്ളതുണ്ടെന്നാണ് ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടായിരിക്കും, നമുക്ക് കിലോമീറ്റർ അറിയില്ലെങ്കിലും ഏകദേശമൊക്കെ ഉണ്ട്. ഒരുപാട് സമയമൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നല്ല രസമാട്ടോ. കാരണം വണ്ടിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക ഇതിലാണ് പോണത്. നമ്മളിപ്പോൾ കുതിരാനിൽ ഇടയ്ക്കിടയ്ക്ക് പോണ കാരണം നമുക്ക് വലിയ സംഭവമായിട്ടും തോന്നുന്നില്ല. പക്ഷെ ലോങ് പോണത് ഭയങ്കര സംഭവമായിട്ടും തോന്നുന്നുണ്ട്. നല്ല ഇരുട്ടും നല്ല AC കൂടെ പോണ പോലെ നല്ല സുഖമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. ഇത് കുറച്ചേ ഉള്ളൂ, ഇത് വളരെ ചെറിയൊരു ടണലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എത്തുന്നത് ഇവിടേക്കാണ്. മറ്റേ ഒരു കംപ്ലീറ്റ് പാറക്കല്ലുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ആ പാറയുടെ ഉള്ളിൽ കൂടെയാണല്ലോ ഇപ്പോൾ വന്നത് നിറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്താണ്. അപ്പോൾ അവിടെ കാണുന്ന മലകളാണ് ഈ കാണുന്നത്. ഈ മലകളൊക്കെ ഭയങ്കര ഭംഗിയാട്ടോ. ഇതിൽ കൂടെ പോണ റോഡുണ്ടല്ലോ, ഈ റോഡിനൊന്നും വലിയ കുഴപ്പമില്ല. രണ്ട് വശത്തും ഇങ്ങനെ നിരപ്പായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ റോഡൊന്നും വലിയ പ്രശ്നമില്ല. അങ്ങനെ അപകട സാധ്യതയുള്ള റോഡുകളൊന്നും അല്ല. അത് നല്ല റോഡാണ്, പെട്ടെന്നൊന്നും ഇടിഞ്ഞു വീഴാനൊന്നുമില്ല. പക്ഷെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ മലയുടെ സൈഡിൽ കൂടെ പോണ റോഡുകളുണ്ട്. ഭയങ്കര ഡേഞ്ചറാണ്. അതിലടിക്കുന്നത് ഈ കാണുന്നത് കണ്ടില്ലേ, നല്ല വലിയ മലകളാണ്. ആ കാണുന്നത് കംപ്ലീറ്റ് മഞ്ഞാട്ടോ. മഞ്ഞൊക്കെ ഇങ്ങനെ ഉരുക്കി വരിക ചെയ്യണത്. ഞങ്ങൾ കുറച്ച് ലേറ്റായി പുറപ്പെടാൻ. അത് കാരണം മഞ്ഞ് ഒരു ഇതൊക്കെ ഞങ്ങൾ പോണ വഴിയിലൊക്കെ മഞ്ഞൊക്കെ ഉരുകി കഴിഞ്ഞു. ഇപ്പോൾ മലമുകളിലത്തെ മഞ്ഞുകളൊക്കെ ഇങ്ങനെ ഉരുകി താഴോട്ടേക്ക് വരുന്നതാണ്. നല്ല റോഡാട്ടോ അത്, കുഴപ്പമില്ലാത്ത റോഡാണ്. പിന്നെ വരുന്ന റോഡ് എന്ന് പറഞ്ഞാൽ മലയുടെ സൈഡിൽ കൂടെ ഉള്ള റോഡുണ്ട്. അത് മല എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മല അല്ല അത്. അതിങ്ങനെ കല്ല് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്ന തരത്തിലുള്ളതാണ്. വലിയ പാറക്കല്ലുകൾ ഇങ്ങനെ ഉരുണ്ട് വരുന്ന വളരെ വീതി കുറഞ്ഞ റോഡാട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് അകലിൽ നിന്ന് കാണുമ്പോഴേ നമുക്ക് നെഞ്ചിടിപ്പ് തുടങ്ങും. അങ്ങനത്തെ റോഡ്. കാരണം വണ്ടി ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ വലിയ കൊക്കയാണ് അവിടെ ഉള്ളത്. നല്ല ആഴത്തിലുള്ള, നോക്കിയാൽ കണ്ണിന് കാണാത്ത അത്രയും ആഴത്തിലേക്ക് വണ്ടി പോവുക. അങ്ങനെയാണ്, പേടിച്ചിട്ടാണ് അതിൽ കൂടെ ഒക്കെ നമ്മൾ യാത്ര ചെയ്യണത്. ഒരു കല്ലെങ്ങാനും ഉരുണ്ട് വണ്ടിയുമേ വീണ് കഴിഞ്ഞാൽ വണ്ടീൻ്റെ പണി അതിനാൽ കഴിയും. അത്രയ്ക്ക് വലിയ കല്ലുകളാണ്. നമ്മളിപ്പോൾ ഇവിടേക്കൊക്കെ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ ഉരുണ്ട് വീണത് വളരെ കുറവുള്ളതാണ്. ഇത് ഒക്കെ ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനത്തെ കല്ലുകളാണ്. ഈ കല്ലുകളൊക്കെയാണ് ഇങ്ങനെ ഉരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വഴി ബ്ലോക്ക് ആവുന്നുണ്ട്. പക്ഷെ ഇവിടെയൊന്നും വലിയ കാറ്റിൽ ബ്ലോക്ക് ആവില്ല. ബ്ലോക്ക് ആവുന്നത് ആ ഭാഗത്താണ്. ആ ഭാഗത്ത് ഒരിക്കൽ ഞങ്ങൾ ബ്ലോക്ക് ആവുകയും ചെയ്തു. ഒരു പച്ചവെള്ളം കൂടെ കിട്ടാത്തൊരു സ്ഥലം. പക്ഷെ ഇവിടെ കുറച്ച് വെള്ളം കിട്ടുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വരുന്ന വഴിക്ക് ഈ ബ്ലോക്ക് ആയതാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ കാണുന്നത് നല്ല സൈറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ. അവിടെയും മലയാണ്, അത് മഞ്ഞാണ് കാണുന്നത് കംപ്ലീറ്റ്. നല്ല പച്ചപ്പുള്ള മലകളാണ്. പക്ഷെ അത് മഞ്ഞ് വന്നപ്പോൾ കംപ്ലീറ്റ് വൈറ്റായിട്ട് അങ്ങനെ കാണാം. നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കാരണം അകലെന്ന് വരുമ്പോൾ നല്ല ഭംഗിയാണ്. നമുക്ക് ശരിക്കും അങ്ങോട്ട് വീഡിയോ എടുക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ട്രാവലറിൽ വരുന്നത്. അപ്പോൾ ഈ ട്രാവലറിൽ എന്ന് വെച്ചാൽ ഒരു സൈഡിലിരിക്കണത്. അപ്പോൾ അവിടുന്ന് ശരിക്കും അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇറങ്ങി എടുക്കുക വെച്ചാൽ നമ്മളെ സ്വന്തം വണ്ടിയിൽ വരുമ്പോഴേക്കും നമുക്കത് പറ്റുള്ളൂ. ഇത് നമ്മൾ ടൂർ പാക്കേജ് അല്ലേ, പലരും പല സ്വഭാവക്കാരോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒറ്റയടിക്കുന്നു അവിടെ നിർത്തി ഇവിടെ നിർത്തുന്നൊന്നും പറയാൻ പറ്റില്ല. ടൈമും ഉണ്ടല്ലോ, അതിനനുസരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ വരുന്നത്. കണ്ടില്ലേ, ഈ മല കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഭംഗിയാട്ടോ. ഇതൊക്കെ ശരിക്കും പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച സ്ഥലങ്ങളാണ്. ഇതാ കണ്ടില്ലേ പുഴ പോണത്. ഇവിടെയും ആൾക്കാർ ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ്. ആ വെള്ളമൊക്കെ എന്തൊരു തെളിയുള്ള വെള്ളമാണെന്ന് അറിയാം. നല്ല തെളിഞ്ഞ വെള്ളം. അത് അധികം മഞ്ഞുരുകി വരുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അതായിരിക്കും ഇത്ര തെളിഞ്ഞിട്ട് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. മഞ്ഞുരുകിയിട്ടും അതിൽ കൂടെ തന്നെയല്ല വരുന്നത്. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ. കാണുമ്പോൾ നമുക്ക് ഇറങ്ങി കുളിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല വെള്ളം കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങണമെന്നില്ല ആൾക്കാർ. പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങനെ വീണ്ടും പോവുകയാണ്. പോയിട്ട് നമ്മളിപ്പോൾ നേരെ പോണത് സോനാമാർഗിലേക്ക് പോണത്. ഇതാ കണ്ടോ, ഇവിടെയും മലകൾ തന്നെയാണ്. ഇപ്പോൾ ഈ മലകളുടെ ഭാഗത്തു കൂടെ എന്ന് വെച്ചാൽ ഇതിലൊക്കെ റോഡുകൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തു കൂടെ പോകുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണാൻ വണ്ടികൾ ചെറുതിങ്ങനെ പോകുന്നത്. അതേപോലെ താഴെ നിന്ന് മേലേക്ക് നോക്കുമ്പോൾ ഒരു രസമൊക്കെയാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നല്ല തിരക്കുണ്ടോ.
പിന്നെ ഇതാ ഇവിടെയും നല്ല ഒരു സ്ഥലമാണ്. ഇത് സോനാമാർഗാണ്. ഇവിടെ നല്ല രസമാണ് ഇവിടെ കാണാൻ. ഇവിടെ നമ്മൾ കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ കുറച്ച് നേരമൊക്കെ ഇവിടെ ചിലവഴിച്ചു. പിന്നെ വീഡിയോ കട്ട് ചെയ്തിട്ട് ഞാൻ കയറ്റിയിട്ടുള്ളതാണ്, കണ്ടിന്യൂ അല്ല. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ അതാ ഇവിടെ അതേപോലെ തന്നെ ഇവിടുത്തെ റോഡുകളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില സ്ഥലത്തെ റോഡാണ് പണി തീർന്നിട്ടൊന്നുമില്ല. അവിടെ ഇതേപോലെ ടണലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ വണ്ടികൾ പോവുക. കണ്ടോ, മേലെ കൂടെ വണ്ടി പോണതാണ് കാണുന്നത്. നമ്മൾ താഴെ കൂടെ പോകുമ്പോൾ മേലെ കൂടെ വണ്ടി പോണത് കണ്ടില്ല, ട്രക്കുകൾ പോകണം. ഇപ്പോൾ ഇവിടെ വണ്ടി വന്നാലും അവിടേക്ക് എത്തില്ല. ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്ത് വന്നിട്ട് നമ്മൾ പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോണത് ഒന്നുമില്ല, ട്രക്കിൽ പോകണം. പിന്നെ നമ്മൾ പെൽഹാമിലേക്ക് പോകേണ്ടത് ട്രക്കും പിന്നെ പോണത് ഇതാണ്, കുതിരയാണ് പോണത്. പക്ഷെ കുതിര അവിടേക്ക് ഏറ്റവും അറ്റത്തേക്ക് എത്തിയിട്ട് അതിൻ്റെ മനോഹര ദൃശ്യങ്ങളൊക്കെ കാണുന്നതിന് നമ്മൾ ഹോഴ്സ് റൈഡ് തന്നെ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് നടന്ന് കയറാൻ പറ്റില്ല, വണ്ടിയും പോവില്ല, അങ്ങനത്തതാണ്. പിന്നെ അവിടെ റോഡെന്ന് പറയാനൊന്നുമില്ല, ഇങ്ങനെ അടയാളങ്ങൾ മാത്രം. ഒരു കല്ലിൻ്റെ ഒരു നടപ്പാത പോലെ ഇങ്ങനെ കാണാനുണ്ട്, അത്രേ ഉള്ളൂ. വലിയ റോഡൊന്നും ആയിട്ടില്ല. അതിൽ കൂടെയാണ് ഈ കുതിര പോണത്. കുതിര പോണത് തന്നെ തെന്നിയിട്ടാണ് പോണത്. കുതിര ഓടുന്നല്ല, കുതിര പതുക്കെ നടന്നിട്ടൊക്കെ പോണത്. ഓടാനൊന്നും അല്ലാണ്ട് പറ്റൊന്നുമില്ല. കാലൊന്ന് തെന്നിക്കഴിഞ്ഞാൽ വലിയ ഗർത്തത്തിലേക്കാണ് വീഴുക. കാരണം ഭയങ്കര റിസ്ക് എന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കുള്ള യാത്രയാണ്. പക്ഷെ ഭയങ്കര രസമുള്ള യാത്രയാണ് കുതിരസവാരി. പിന്നെ നമ്മൾ ട്രക്കിൽ പോകുമ്പോഴേക്ക് ആ ഭാഗങ്ങളല്ല, മറ്റുള്ള ഭാഗങ്ങളാണ് ഞങ്ങൾ രണ്ടും കണ്ടു. പക്ഷേ നമ്മൾ പെനാമിലെത്തിയപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലം കാണാനില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഹോഴ്സ് റൈഡിൽ ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പിന്നെ എടുക്കാൻ പറ്റിയ ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അത് കിട്ടിയില്ല. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രത്യേക നിറച്ച് കുതിരകളും പിന്നെ കുറേ പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട് അവിടെ. ഇങ്ങനെ ഈ കമ്പിളി വിൽക്കുന്നവരും പിന്നെ അതേപോലെ എന്താ പറയുക, നമ്മളെ ഈ ചെറിയ ടോയ്സുകൾ, അതേപോലെ സ്നാക്സ്, പിന്നെ കാവ, ചായ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ. അത്രയേ ഉള്ളൂ അവിടെ, വേറെ ഒന്നുമില്ല. കുറേ നമ്മളിപ്പോൾ സോനാമാർഗിലൊക്കെ അതൊക്കെ തന്നെയാണ് സ്ഥിതി. തുലിപ്പ് ഗാർഡൻ ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. കാശ്മീർ ജനത പാവപ്പെട്ട കുറച്ച് ജനങ്ങളാണ്, പാവങ്ങൾ. കാരണം ഇപ്പോൾ അവർക്ക് ഈ ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു കച്ചവടങ്ങളൊക്കെ ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. കുറേ ഹോട്ടലുകളുണ്ട്, കച്ചവടങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഈ ഹോഴ്സ് റൈഡ് അത് അങ്ങനെ കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. പിന്നെ ട്രക്ക് ഓടിക്കുന്നവർ, പിന്നെ അതേപോലെ തന്നെ ഈ ട്രാവലർ ഓടിക്കുന്നവർ, അവർക്കൊക്കെ ഇങ്ങനെ ഒരു വരുമാന മാർഗ്ഗമാണത്. ഇപ്പോൾ ട്രാവലർ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പാക്കേജ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളെ ആൾക്കാർ പോകാൻ തന്നെ 2 ട്രാവലറും ഒരു കാറുമായിരുന്നു. അത് തന്നെ ഒരു 4 ദിവസം ഫുള്ള് ഓടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ജീവിതമാർഗ്ഗമാണത്, മനസ്സിലായില്ല. അപ്പോൾ അവർ രക്ഷപ്പെട്ട് വരികയാണ്. കാശ്മീർ ജനത എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട കുറേ ജനങ്ങളല്ലേ, അവർ രക്ഷപ്പെട്ട് വരുന്നതാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ വെടിവെപ്പ് സംഭവങ്ങൾ ഉണ്ടായത്. ഞാൻ ഈ വീഡിയോ എടുത്തത് അതിന് മുന്നെയാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് ഞാൻ വോയിസ് ഇട്ടത്. ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഞാൻ വോയിസ് ഇട്ടിട്ട് വെച്ചത്. പിന്നെ കാശ്മീരത്തെ പ്രശ്നങ്ങളൊക്കെ കേട്ടപ്പോൾ ആകെ അങ്ങോട്ട് എന്താ പറയുക, വിഷമിച്ചു പോയി. ഒക്കെ എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതെന്നൊരു ഇതില്ലാണ്ടായി. കാരണം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ 2 ദിവസം മുന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ വെടിവെപ്പ് നടക്കുന്നതിൻ്റെ 2 ദിവസം മുന്നെയാണ് നമ്മളവിടെ ഉണ്ടായിരുന്നത്. അതിങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ആകെ ടെൻഷനാവുകയാണ്. നമ്മളും അവിടെ തന്നെ അല്ല ആയിരുന്നത് എന്നുള്ള ചിന്ത വരുമ്പോൾ ആ സ്ഥലത്താണ് വെടിവെപ്പ്. നമുക്ക് ശരിക്കും വിറച്ച് പോവുകയാണ് നമ്മൾ. എന്തോ നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. മറ്റൊരു ദൈവാനുഗ്രഹം ഇല്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താ അറിയില്ല, അവർക്ക് അവരുടെ സമയമായി, നമുക്ക് സമയമായിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം നമ്മളെന്തോ രക്ഷപ്പെട്ടു പോകുന്നത്. നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മുടെ ബന്ധുക്കളെല്ലാം പറഞ്ഞിരുന്നു, പരിചയമുള്ള സുഹൃത്തുക്കളും പറഞ്ഞു, കാശ്മീരാണേ, ശ്രദ്ധിക്കണേ, നിങ്ങൾ പോകണ്ട എന്നൊക്കെ പറഞ്ഞു, വേറെ എവിടേക്കെങ്കിലും പൊക്കോന്നു. ഞങ്ങൾ പൊതുവേ ഇങ്ങനെ എപ്പോഴും ടൂർ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ കാശ്മീർ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്കെന്താണെന്ന് വെച്ചാൽ ആ മഞ്ഞൊക്കെ ഒന്ന് കാണാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിലിപ്പോൾ അവിടെ തന്നെയാണല്ലോ ഇത്രയും മഞ്ഞും സൗന്ദര്യമുള്ളതല്ലേ. പിന്നെ നമ്മൾ റഷ്യ, US പോകണ്ടേ, അതൊന്നും ഇപ്പോൾ നമുക്ക് നടക്കുന്ന സംഗതിയല്ലേ പെട്ടെന്നൊന്നും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി, കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. അത്രയ്ക്കുള്ള മനോഹരമുള്ള ദൃശ്യങ്ങളാണ്. കാശ്മീർ സുന്ദരി എന്നാണ് നമ്മൾ ചെറുപ്പത്തിൽ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളത്. ശരിയാണ്, കാശ്മീർ ശരിക്കും ഒരു സുന്ദരി തന്നെയാണ്. അത്ര സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ.
പക്ഷേ എന്താ ഈ വെടിവെപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ പറയുക ഭയങ്കര ടെൻഷനായി. കാരണം നമ്മളത് സ്ഥലങ്ങളൊക്കെ കണ്ട് തുലിപ്പ് ഗാർഡൻ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കണ്ടപ്പോൾ പിന്നെ കേബിൾ കാറ് അങ്ങനെയുണ്ട്. പിന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് പോയി ക്ഷേത്രം പുതുക്കി പണിയാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അത് കാരണം അവിടെ അടച്ചിട്ടൊക്കെ എങ്കിലും നമ്മൾ ആ ഭാഗമൊക്കെ കണ്ടു. പിന്നെ അവിടെ ഇതിൻ്റെ ഹെലികോപ്റ്റർ സവാരി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അവിടെ. അപ്പോൾ നമ്മൾ വരുമ്പോൾ വിചാരിച്ച് നമ്മൾ ഇനി വരുമ്പോൾ നമ്മുടെ ബന്ധുക്കളുണ്ട് കുറച്ച് ആൾക്കാർ നമുക്ക് വേണ്ടപ്പെട്ടവർ. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് നമുക്കൊരു ടൂറ് ഫിക്സ് ചെയ്തിട്ട് വരാം. പാക്കേജൊന്നും വേണ്ട, ഏകദേശം സ്ഥലങ്ങളും നമ്മൾ താമസിക്കേണ്ട സ്ഥലമൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ. അപ്പോൾ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ഒരു 4-5-6 പേരായിട്ട് നമുക്ക് വന്നിട്ട് കണ്ടുപോകണം. ഇനി എന്തായാലും നമുക്ക് വരണം, തീർച്ചയായിട്ടും വരണം. ഇനിയിപ്പോൾ അവർ വന്നില്ലെങ്കിൽ തന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് വരണം. അതും ഇപ്പോൾ ഏപ്രിലാണല്ലോ വന്നത്. അടുത്ത പ്രാവശ്യം ഏപ്രിലല്ല, ഡിസംബർ ജനുവരിയിലൊക്കെ വരണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുറച്ചും കൂടെ മഞ്ഞ് സ്ട്രോങ് ആയിരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പോകുന്നത്. പക്ഷേ ഇവിടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ കേട്ടു അവിടെ വെടിവെപ്പും കാര്യങ്ങളൊക്കെ. അത് കേട്ടപ്പോൾ തന്നെ ആകെ ഇതായി. നമ്മൾ വരുമ്പോൾ തന്നെ അവിടെ വഴിയൊക്കെ ബ്ലോക്കായി, ആകെ പ്രശ്നങ്ങളുണ്ടായിരുന്നു കുറച്ച് സമയം. അത് കഴിഞ്ഞ് ഞങ്ങളെ വണ്ടി വിട്ടു, പിന്നെയും വഴി ബ്ലോക്കായി, പിന്നെ ഇടിമിന്നൽ, മഴ, അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ അതും ഒക്കെ നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ നമ്മളെ ഫ്രണ്ട്സ് എല്ലാം വിളിച്ചുകൊണ്ടിരിക്കും, നിങ്ങളെവിടെ എത്തി, നിങ്ങളെവിടെയാണെന്ന് വെച്ചിട്ട്. കണ്ടതാ അതിൻ്റെ ഇടയ്ക്ക് ഈ സ്ഥലം കണ്ടില്ലേ? ഇതൊക്കെ എത്ര മനോഹരമെന്നറിയ സ്ഥലങ്ങളൊക്കെ. ഒക്കെ കംപ്ലീറ്റ് പൈൻ മരങ്ങളാണ്. ഇപ്പം നമ്മൾ ഇവിടെ തുലിപ്പിലെത്തി കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത്. തുലിപ്പിലല്ല, നമ്മളെ പെഹൽഗാമിലും. കാരണം കണ്ണെത്താത്ത ദൂരത്തോളം മരങ്ങളാണ് അവിടെ. മലയും മരങ്ങളും നല്ല ഭംഗിയാണ്, ഇരുട്ട് പോലെ കാണുന്നത്. അപ്പോൾ അവിടെ സോൾജേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ജമ്മുവിലിറങ്ങി ശ്രീനഗറിലേക്ക് പോകുമ്പോൾ തന്നെ കംപ്ലീറ്റ് സോൾജേഴ്സായിരുന്നു. ആ സോൾജേഴ്സിനൊക്കെ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് നല്ല ധൈര്യമായി. നമ്മൾ ബന്ധുക്കളോടൊക്കെ വിളിച്ചോണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ ഭയങ്കര സേഫാണ്, നല്ല സെക്യൂരിറ്റിയാണ്. പക്ഷേ ഈ പെഹൽഗാമിൽ നമ്മളങ്ങനെ സോൾജേഴ്സിനൊന്നും കണ്ടില്ല. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ അങ്ങനത്തെ ഒരു കാര്യം വരുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം അപ്പുറം അങ്ങനെ കാടും പ്രദേശമൊക്കെയാണ്. പിന്നെ അധികം അങ്ങനെ ഉള്ള ഒരു വലിയ സംഭവങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ജനങ്ങളങ്ങനെ തിങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല. ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരുന്നു പോകണു, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ സോൾജേഴ്സ് ഇനിയിപ്പോൾ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നത് നമുക്കറിയില്ല. കാരണം അവർ വലിയ സ്ഥലത്തായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ആയിരിക്കും. പക്ഷെ അവിടെ അങ്ങനെ വെടിപൊട്ടി. കാരണം താഴെ അങ്ങനെ ഒരു അവസ്ഥ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനിയും അടുത്ത വർഷം വരണമെന്നൊക്കെ വിചാരിച്ച ആൾക്കാരുണ്ട്. പക്ഷെ ഇനി വരാനൊന്നും അങ്ങനെ റിസ്ക് എടുക്കാനൊരാഗ്രഹമൊന്നുമില്ല. കണ്ടത് തന്നെ മതിയായി. കാരണം ഒരു നിരപരാധികളായിട്ടുള്ളൊരു 10-26 പേരെ അങ്ങോട്ട് വെടിവെച്ച് വീഴ്ത്തി. അപ്പോൾ ആ ഒരവസ്ഥ നമ്മൾ ആ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊന്നും പറയാനില്ല. ഇനിയും കാശ്മീരിൽ അങ്ങനെ ദുരന്തങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. ആ പാവപ്പെട്ട ജനത ജീവിച്ച് രക്ഷപ്പെട്ടു പോകട്ടെ, അങ്ങനെയല്ല നമ്മൾ കരുതുന്നു.